Welcome to a supplementary video by the English EduSpot to the 8th Standard English class Part 16 by Victor's channel. വിക്ടേഴ്സ് ചാനൽ സംപ്രേഷണം ചെയ്ത 8th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ക്ലാസ് 16 ഭാഗവുമായി ബന്ധപ്പെട്ട് ഇംഗ്ലീഷ് എഡ്യൂസ്പോട്ട് ഒരുക്കുന്ന ഒരു സപ്ലിമെൻ്ററി വീഡിയോയിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. ഈ ക്ലാസ്സിൽ എ ഷിപ്പ്‌വ്രെക്ക്ഡ് സെയിലർ എന്ന അധ്യായവുമായി ബന്ധപ്പെട്ട ഏതാനും ടെക്സ്ച്വൽ ആക്ടിവിറ്റീസ് ആണ് വിദ്യാർത്ഥികൾക്ക് അസൈൻമെൻറ്റ് എന്ന രൂപത്തിൽ നൽകിയിരിക്കുന്നത്. നമുക്കാദ്യം ഇംഗ്ലീഷിലെ പേഴ്സണൽ പ്രൊനൗണുകളെ പരിചയപ്പെടാം. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ എന്നിങ്ങനെ 3 കാറ്റഗറിയായി തിരിക്കാവുന്നതാണ് പേഴ്സണൽ പ്രൊനൗണുകളെ. സബ്ജക്റ്റ് ഫോം, ഒബ്ജക്റ്റ് ഫോം, പൊസസീവ് ഫോം എന്നിങ്ങനെ വ്യത്യസ്ത രൂപങ്ങളും അവയ്ക്കുണ്ട്. സബ്ജക്റ്റ് ഫോമിൽ ഫസ്റ്റ് പേഴ്സൺ പ്രൊനൗൺ ഐ ആൻഡ് വി. ഐ എന്നുള്ളത് സിംഗുലർ രൂപം, വി പ്ലൂറൽ രൂപം. മീ, അസ് എന്നിവയാണ് ഒബ്ജക്റ്റ് ഫോം. പൊസസീവ് ഫോം എപ്പോഴും ഒരു പൊസഷൻ, ഒരു ഓണർഷിപ്പ് കാണിക്കും, ഒരാളുടെ എന്നർത്ഥത്തിൽ. ഉദാഹരണത്തിന് ഐ ഞാൻ, മൈ എൻ്റെ, വി ഞങ്ങൾ, അവർ ഞങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ എന്നർത്ഥത്തിൽ. സെക്കൻഡ് പേഴ്സൺ പ്രൊനൗൺ സിംഗുലർ ആൻഡ് പ്ലൂറൽ യു എന്ന് തന്നെയാണ്. അതിൻ്റെ സബ്ജക്റ്റ് ഫോമും ഒബ്ജക്റ്റ് ഫോമും ഒരുപോലെ തന്നെ. പൊസസീവ് ഫോം യുവർ സിംഗുലറായിട്ടും പ്ലൂറലായിട്ടും ഉപയോഗിക്കുന്നു. തേർഡ് പേഴ്സൺ പ്രൊനൗണുകൾ ഹി, ഷീ, ഇറ്റ് ഇവ സിംഗുലർ ഫോം, സബ്ജക്റ്റ് ഫോം. ദേ എന്നാണ് പ്ലൂറൽ സബ്ജക്റ്റ് ഫോം. അവയുടെ ഒബ്ജക്റ്റ് ഫോം ഹിം, ഹെർ, ഇറ്റ്. പ്ലൂറൽ ഒബ്ജക്റ്റ് ഫോം ദം. പൊസസീവ് ഫോം ഹി എന്നതിന് പകരം ഹിസ്, ഷീ അതിൻ്റെ പൊസസീവ് ഫോം ഹെർ, ഇറ്റ് ഇറ്റ്സ്. ദേ എന്ന പ്ലൂറൽ തേർഡ് പേഴ്സൺ പ്രൊനൗണിൻ്റെ പൊസസീവ് ഫോം ദെയർ എന്നിങ്ങനെയാണ്. The possessive form of proper nouns are made by adding an apostrophe and s to the nouns. പ്രൊനൗണുകളല്ലാതെ നൗണുകൾക്കും പൊസസീവ് ഫോംസ് ക്രിയേറ്റ് ചെയ്യാം. അതിനുവേണ്ടി നാം നൗണുകളുടെ കൂടെ അപ്പോസ്ട്രോഫി ആൻഡ് എസ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, സജ്ന എന്ന നൗണിനോടൊപ്പം അപ്പോസ്ട്രോഫി ആൻഡ് എസ് ചേർത്ത് സജ്നാസ് ബുക്ക്, സജ്നയുടെ ബുക്ക് എന്ന ഓണർഷിപ്പ് കാണിക്കുന്നു. രാഹുൽ അപ്പോസ്ട്രോഫി ആൻഡ് എസ്, രാഹുൽസ് ബാറ്റ് എന്നിങ്ങനെയൊക്കെ നമുക്ക് പൊസസീവ് രൂപങ്ങൾ നോൺ ഫോമുകൾക്ക് ഉണ്ടാക്കാവുന്നതാണ്. First activity. Look at the opening sentence of the story, A Shipwrecked Sailor. My first impression was that I was utterly alone at the middle of the ocean. A Shipwrecked Sailor എന്ന കഥയുടെ ഓപ്പണിംഗ് സെൻറ്റൻസ് ആണിത്. Here the narrator describes his experience of a shipwreck in first person. ഇവിടെ കഥ പറയുന്ന നരേറ്റർ അദ്ദേഹത്തിൻ്റെ അനുഭവം ഒരു ഫസ്റ്റ് പേഴ്സൺ പെർസ്പെക്റ്റീവിലൂടെ, ഫസ്റ്റ് പേഴ്സൺ പ്രൊനൗണുകളൊക്കെ ഉപയോഗിച്ച് സ്വന്തം അനുഭവം പറയുന്ന രൂപത്തിലാണ് കഥ പറയുന്നത്. ഈ സെൻറ്റൻസിൽ മൈ എന്ന ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ പൊസസീവ് ഫോം പ്രൊനൗൺ കാണാം. ഐ എന്ന ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ സബ്ജക്റ്റ് പ്രൊനൗണും ഉപയോഗിച്ചിരിക്കുന്നു. ഇനി how would the sentence change if we expressed the same in the third person? ഇതേ ആശയം ഫസ്റ്റ് പേഴ്സണിൽ നിന്ന് തേർഡ് പേഴ്സണിലേക്ക് മാറ്റി പറയുകയാണെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും? മൈ എന്നതിന് പകരം ഹിസ് എന്നോ അല്ലെങ്കിൽ വ്യക്തിയുടെ പേരിനോടൊപ്പം അപ്പോസ്ട്രോഫി ആൻഡ് എസ് ചേർത്തോ മാറ്റാം. ഐ എന്നതിന് പകരം ഹി എന്ന് പുരുഷനാണെങ്കിൽ, ഷീ എന്ന് സ്ത്രീയാണെങ്കിൽ ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, ഹിസ് എന്ന് ചേർത്തുകൊണ്ട് ഹിസ് ഫസ്റ്റ് ഇംപ്രഷൻ വാസ് ദാറ്റ് ഹി വാസ് utterly alone in the middle of the ocean. മൈ ഇംപ്രഷൻ എന്നുള്ളത് ഹിസ് ഇംപ്രഷൻ എന്നാക്കി മാറ്റി. ഹിസ് എന്നതിന് പകരം വ്യക്തിയുടെ പേരിനോടൊപ്പം അപ്പോസ്ട്രോഫി ആൻഡ് എസ് ചേർത്ത് പൊസസീവ് ഉണ്ടാക്കുമ്പോൾ വെലാസ്കോസ് ഫസ്റ്റ് ഇംപ്രഷൻ വാസ് ദാറ്റ് he was utterly alone in the middle of the ocean.
വെലാസ്കോ എന്ന മെയിൽ നെയിമിന് പകരം ഒരു ഫീമെയിൽ നെയിം ആയിരുന്നു എങ്കിൽ ഹി എന്ന സ്ഥാനത്ത് ഷീ എന്നുപയോഗിക്കും. പൊസസീവ് സ്ഥാനത്ത് ഹിസ് എന്നതിന് പകരം ഹെർ എന്നും ഉപയോഗിക്കും. Now, find the possessive forms of the pronouns we, you, he, she, they and it and use each one in sentences of your own. ഇവിടെ we, you, he, she, they and it എന്നീ സബ്ജക്റ്റ് പ്രോനൗണുകൾക്ക് പൊസസീവ് ഫോംസ് കണ്ടെത്തുക. എന്നിട്ട് അവയെല്ലാം തന്നെ നിങ്ങളുടേതായ സെൻറ്റൻസുകളിൽ ഉപയോഗിക്കുക. നമുക്കാദ്യം സബ്ജക്റ്റ് ഫോംസ് കാണാം. വി, യു, ഹി, ഷീ, ദേ, ഇറ്റ് ആൻഡ് ഐ. വി എന്നതിൻ്റെ പൊസസീവ് ഫോം അവർ. ഫോർ എക്സാമ്പിൾ, വി ഷുഡ് റെസ്പെക്റ്റ് അവർ പാരൻസ്. വി എന്നുള്ള സബ്ജക്റ്റ് ഫോം, അതിൻ്റെ പൊസസീവ് ഫോം അവർ. നാം നമ്മുടെ പാരൻസിനെ റെസ്പെക്റ്റ് ചെയ്യണം. നമ്മുടെ എന്നർത്ഥത്തിൽ അവർ എന്ന പൊസസീവ് ഫോം ഉപയോഗിച്ചത് ശ്രദ്ധിക്കുക. യു എന്നതിൻ്റെ സബ്ജക്റ്റ് ആൻഡ് പൊസസീവ് ഫോം ശ്രദ്ധിക്കുക. യു സബ്ജക്റ്റ് ഫോം, സിംഗുലർ പ്ലൂറൽ വ്യത്യാസമില്ല. പൊസസീവ് ഫോം യുവർ എന്നാണ്. ഹാവ് യു ഡൺ യുവർ ഹോംവർക്ക്. യു എന്നുള്ളത് സബ്ജക്റ്റ് ഫോം, ഹാവ് യു. യുവർ ഹോംവർക്ക്, നിങ്ങളുടെ ഹോംവർക്ക് എന്ന രൂപത്തിൽ യുവർ എന്ന് ഉപയോഗിക്കുന്നു. ഹി, ഹിസ്. ഹി ഡസ് ഹിസ് ഡ്യൂട്ടി വെൽ. ഹി സബ്ജക്റ്റ്, ഹിസ് ഡ്യൂട്ടി അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി എന്നർത്ഥത്തിൽ പൊസസീവ് ഫോം ഹിസ് ചേർത്തിരിക്കുന്നു. ഷീ ആൻഡ് ഹെർ. ഷീ ഓൾവേസ് ഹെൽപ്സ് ഹെർ മദർ. ഷീ എന്നുള്ള സബ്ജക്റ്റ് ഫോം, ഹെർ മദർ അവളുടെ അമ്മ എന്നർത്ഥത്തിൽ പൊസസീവ് ഫോം ഹെർ എന്ന് ചേർത്തിരിക്കുന്നു. ദേ ആൻഡ് ദെയർ. ദേ കുഡ് നോട്ട് റീച്ച് ദെയർ ഡെസ്റ്റിനേഷൻ. അവർക്ക് അവരുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിഞ്ഞില്ല എന്നർത്ഥത്തിൽ ദേ സബ്ജക്റ്റ്, ദെയർ ഡെസ്റ്റിനേഷൻ അവരുടെ ലക്ഷ്യസ്ഥാനം, ദെയർ എന്ന പൊസസീവ് ഫോം. ഇറ്റ് പൊസസീവ് ഫോം ഇറ്റ്സ്. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, മിക്കപ്പോഴും ഇറ്റ്സ് എന്ന് തെറ്റായിട്ട് എഴുതാറുണ്ട്, ഇറ്റ് കഴിഞ്ഞ് അപ്പോസ്ട്രോഫി ചേർത്തുകൊണ്ട്. അങ്ങനെ എഴുതിയാൽ അത് ഇറ്റ് ഈസ് എന്നതിൻ്റെ ഷോർട്ട് ഫോമോ ഇറ്റ് ഹാസ് എന്നതിൻ്റെ ഷോർട്ട് ഫോമോ ആയി മാറും. ഇറ്റ് എന്നതിൻ്റെ പൊസസീവ് ഫോം ഇറ്റ്സ് എന്നാണ്, വിത്തൗട്ട് അപ്പോസ്ട്രോഫി. ദ ഷിപ്പ് വാസ് ഓവർലോഡഡ്. ഷിപ്പ് ഓവർലോഡ് ആയിരുന്നു. ഇനി ആ ഷിപ്പിനെ കുറിച്ചാണ് പറയുന്നത്. ഇറ്റ് ലോസ്റ്റ് ഇറ്റ്സ് കൺട്രോൾ. അതിന് അതിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. ഇറ്റ് എന്നുള്ളത് സബ്ജക്റ്റ്, അതിൻ്റെ കൺട്രോൾ എന്നർത്ഥം വരാൻ ഇറ്റ്സ് എന്ന പൊസസീവ് ഫോം. ഐ ആൻഡ് മൈ. ഐ ട്രൈഡ് ഹാർഡ് ടു സേവ് മൈ ഫ്രണ്ട്സ്. ഐ എന്നുള്ള സബ്ജക്റ്റ് ഫോം, മൈ ഫ്രണ്ട്സ് എൻ്റെ സുഹൃത്തുക്കൾ എന്നർത്ഥത്തിലേക്ക് മൈ എന്ന പൊസസീവ് ഫോം. Now fill in the blanks in the following passage, picking up the right words given in the box. ഇവിടെ നൽകിയിരിക്കുന്ന പദങ്ങളിൽ അനുയോജ്യമായത് ഉപയോഗിച്ചുകൊണ്ട് ഈ പാസേജ് പൂർത്തീകരിച്ചെഴുതുക. ബ്രാക്കറ്റിൽ നൽകിയിരിക്കുന്ന അല്ലെങ്കിൽ ബോക്സിൽ നൽകിയിരിക്കുന്ന പദങ്ങൾ ഇംപ്രഷൻ, റെക്കഗ്നൈസ്, കോൺടെംപ്ലേറ്റ്, സർഫസ്, എവിഡൻസ്. ഇംപ്രഷൻ an idea, റെക്കഗ്നൈസ് തിരിച്ചറിയുക, കോൺടെംപ്ലേറ്റ് ചിന്തിക്കുക, ഊഹിക്കുക എന്നൊക്കെ അർത്ഥം. സർഫസ് ഉപരിതലം, എവിഡൻസ് തെളിവ്. ഐ കാൺട്ട് കോൺടെംപ്ലേറ്റ് വാട്ട് ഇറ്റ് വുഡ് ബി ലൈക്ക് ടു ബി അലോൺ. തനിച്ചാവുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് എനിക്ക് ചിന്തിക്കാൻ, ഊഹിക്കാൻ കഴിയുന്നില്ല. മൈ ഇംപ്രഷൻ ഓഫ് ഇറ്റ് ഈസ് റിയലി ഫ്രൈറ്റനിങ്. അതിനെക്കുറിച്ചുള്ള എൻ്റെ ഐഡിയ, എൻ്റെ ഇംപ്രഷൻ, എൻ്റെ ധാരണ ഭയപ്പെടുത്തുന്നതാണ്. ഐ ആം സേയിങ് ദിസ് ബേസ്ഡ് ഓൺ ദി എവിഡൻസ് ഐ ഗോട്ട് ഫ്രം മൈ റീഡിങ്. ഞാനിതിനെക്കുറിച്ച് പറയുന്നത് എനിക്ക് വായനയിൽ നിന്ന് കിട്ടിയ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഐ ഓൾസോ റെക്കഗ്നൈസ് ദാറ്റ് ഫ്ലോട്ടിംഗ് ഓൺ ദ സർഫസ് ഓഫ് ദ സീ on a boat alone is a more frightening experience than being trapped in a forest. I also recognize
ഞാൻ മനസ്സിലാക്കുന്നു, ഐ അണ്ടർസ്റ്റാൻഡ് എന്നർത്ഥത്തിലേക്ക്. That floating on the surface of the sea on a boat alone. ഒരു സമുദ്രത്തിൻ്റെ ഉപരിതലത്തിൽ വെള്ളത്തിന് മുകളിൽ ഒരു ബോട്ടിൽ തനിച്ചൊഴുകി നടക്കുന്നത് ഒരു വനത്തിൽ അകപ്പെടുന്ന അവസ്ഥയേക്കാൾ ഭീകരമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എ ഷിപ്പ്രെക്ഡ് സെയിലർ എന്നുള്ള ഈ അധ്യായം വളരെ ലളിതമായി മലയാളത്തിൽ വിശദീകരിക്കുന്ന വീഡിയോ, ഈ അധ്യായവുമായി ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്, മറ്റ് ടെക്സ്ച്വൽ ആക്ടിവിറ്റീസ് ഇതെല്ലാം തന്നെ ലളിതമായി വിശദീകരിക്കുന്ന വീഡിയോ ഇംഗ്ലീഷ് എഡ്യൂസ്പോർട്ട് നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളുടെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ഭാഗത്ത് നൽകുന്നുമുണ്ട്. വിദ്യാർത്ഥികൾ ആ വീഡിയോകളെല്ലാം കണ്ട് ഈ അധ്യായം ശരിയാം വിധം മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോയിൽ വിശദീകരിച്ച കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും. ഇത്തരം ഉപകാരപ്രദമായ വീഡിയോസ് തുടർന്നും ലഭിക്കാൻ ഇംഗ്ലീഷ് എഡ്യൂസ്പോർട്ട് എഡ്യു വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.